വാഞ്ചയും പ്രത്യാശയും എന്നേശു വീണ്ടും വരും, എന്നെയും ചേർത്തിടുവാൻ സ്വർഗീയ ഭവനമാണ്. വാഞ്ചയും പ്രത്യാശയും എന്നേശു വീണ്ടും വരും, എന്നെയും ചേർത്തിടുവാൻ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സമ്പത്തിന് പിന്നാലെ യാത്ര ചെയ്ത് ജീവിക്കുവാൻ തന്നെ മറന്നുപോയ അനേകർ ഉണ്ട്. കളപ്പുരകൾ പുതിയത് പണിത് തൻ്റെ വിളവെല്ലാം അതിൽ കൂട്ടിവെച്ച് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് സ്വയം പറഞ്ഞ് അഹങ്കരിച്ച ധനവാനായ ഒരു മനുഷ്യൻ അങ്ങനെയുള്ള ഒരുവനായിരുന്നു എന്ന് ലൂക്കോസ് 12:13 മുതൽ 21 വരെയുടെ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ മനുഷ്യനോട് കർത്താവ് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. മൂടാ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ലൂക്കോസ് 12:20. ഈ ലോകത്തിലെല്ലാം സ്വന്തമാക്കുവാനുള്ള ഓട്ടത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന എല്ലാവരോടും കർത്താവ് ചോദിക്കുന്നത് ഇതുതന്നെയാണ്. നീ മൂഢനാണ്. നീ മറ്റുള്ളവരെ കബളിപ്പിച്ചും ചതിച്ചും നേടിയെടുത്തിരിക്കുന്ന ഈ സമ്പത്തെല്ലാം നീ അനുഭവിക്കുമോ? അതാരനുഭവിക്കും എന്നുള്ള ബോധം നിനക്കുണ്ടോ? ഇവിടെ നാം സമ്പാദിക്കുന്നതും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാതെ ബാങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നതുമെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വെറും കൈയായി ഒരിക്കൽ ഈ ലോകം വിട്ടു പോയേ മതിയാകൂ. അങ്ങനെയെങ്കിൽ ദൈവത്തെ മറന്നുള്ള നമ്മളുടെ ഓട്ടം വ്യർത്ഥം, നേടിയെടുത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതെല്ലാം വ്യർത്ഥം. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും അധികം നല്ലത് കാക്ഷിച്ചവരായിരുന്നു പുരോഹിതാക്കന്മാർ. എബ്രായർ 11-ാം അധ്യായത്തിൽ പുരോഹിതാക്കന്മാരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട്. എബ്രായർ 11:8 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിൻ്റെ ആയുസ് 175 സംവത്സരം ആയിരുന്നു. വാഗ്ദേശത്ത് അബ്രഹാം ഒരു വീട് പണിതില്ല, വിട്ടുപോയതിനെ ഓർത്തില്ല. കൂടാരത്തിൽ വാഗ്ദത്തത്തിന് കുട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ പാർത്തു. ദൈവത്തോടുള്ള കൂട്ടായ്മയും ഭക്തിയുമുള്ളവനായി ദൈവത്തിൻ്റെ നഗരത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ വാഗ്ദേശത്ത് പരദേശിയായ പോലെ ജീവിച്ചു. ദൈവത്തിലുള്ള വിശ്വാസത്താൽ ജീവിച്ചു. എന്തുകൊണ്ട് ഈ വിശ്വാസത്തിൽ ജീവിച്ചു എന്നതിനുള്ള ഉത്തരമാണ് എബ്രായർ 11:16. അവരും അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവനവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഈ ലോകത്തിലെ മാനമോ ധനമോ അല്ല, അതിനേക്കാൾ അധികം നല്ലതുണ്ട് എന്നും അത് സ്വർഗീയമായതാണ് എന്നും ഉള്ള തിരിച്ചറിവിൽ അത് പ്രാപിക്കണമെന്നുള്ള നിശ്ചയത്തോടെയാണ് പൂർവിതാക്കന്മാർ ഓടിയത്. അധികം നല്ലത് നേടുന്നതിന് വേണ്ടി അവരധികം നല്ലത് ചെയ്തു. അവരധികം ചെയ്ത നല്ല പ്രവൃത്തികളെക്കുറിച്ച് എബ്രായർ 11:5 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 1. അവർ ദൈവത്തെ അധികം പ്രസാദിപ്പിച്ചു. 11:5. ഇവിടെ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത്. 65-ാമത്തെ വയസ്സ് മുതൽ 300 വർഷം ദൈവത്തോടു കൂടെ ഹാനോക്ക് നടന്നു. തൻ്റെ നടപ്പിൽ കൂടി ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചതിനാൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവമേ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഉൽപ്പത്തി 5:22 മുതൽ 24 വരെ. 2. അവർ ദൈവത്തെ അധികം വിശ്വസിച്ചു. 11:6. അതുവരെ കാണാതിരുന്ന മഴയെക്കുറിച്ചും ജലപ്രളയത്തെക്കുറിച്ചും ദൈവം നൽകിയ അരുളപ്പാട് ചോദ്യം ചെയ്യാതെയാ നോഹ വിശ്വസിച്ചത്. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ താൻ പണിത പെട്ടകം നോഹയുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. ഉൽപ്പത്തി 6:21-22 വാക്യങ്ങൾ. 3. അവർ ദൈവത്തെ അധികം അനുസരിച്ചു. 11:8. ദേശത്തെയും പിതൃഭവനത്തെയും ചർച്ചക്കാരെയും വിട്ട്
ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് എവിടേക്കാണ് പോകുന്നത് എന്നറിയാതെ തനിക്കുള്ളതെല്ലാം വിട്ട് യാത്ര ചെയ്ത അബ്രഹാം, ദൈവകൽപ്പനയോടുള്ള അനുസരണമായിരുന്നു അബ്രഹാമിൻ്റെ നല്ല പ്രവൃത്തി. 4. അവർ അധികം പ്രത്യാശയോടെ ജീവിച്ചു. 11:10. ഈ ഭൂമിയിൽ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി പ്രത്യാശയോടെ അവർ കാത്തിരുന്നു. ഈ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, സ്വർഗീയമായതിനെ അവർ കാക്ഷിച്ചു. 11:6. പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്താൽ കണ്ടതും കാത്തിരുന്നതുമായ സ്വർഗീയഭവനമാണ് നമുക്കും ഒരുക്കുന്നത്. കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. യോഹന്നാൻ 14:2. കർത്താവ് ഒരുക്കുന്ന ഭവനത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതും ചെവിയിൽ കേട്ടിട്ടില്ലാത്തതും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ ഭവനമെന്ന 1 കൊരിന്ത്യർ 2:9. ഈ ഭവനം അവകാശമാക്കുന്നതിന് ഈ ഭൂമിയിലുള്ളതല്ല, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കണം. കൊലോസ്യർ 3:1. അതോടൊപ്പം ദൈവത്തിന് പ്രസാദകരമായത് ചെയ്ത് പ്രത്യാശയോടെ കാത്തിരിക്കണം. കർത്താവേ, ഈ ഭൂമിയിൽ നല്ലത് ചെയ്ത് നിന്നെ പ്രസാദിപ്പിച്ച് സ്വർഗീയമായ ഭവനത്തിൽ എത്തിച്ചേരുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. ധരിച്ചവരായവർ ഹല്ലേലൂയാഗീതം പാടിടുമേ, ഹല്ലേലൂയാഗീതം പാടിടുമേ. സ്വർഗീയ ഭവനമാണ് വാഞ്ചയും പ്രത്യാശയും, എന്നേശു വീണ്ടും വരും, എന്നെയും ചേർത്തിടുവാൻ.